The flower show was spectacular, very well organized, and really beautiful flowers and lot of amazing colors and things that we didn't see in Kerala before. അപ്പോൾ എൻ്റെ കൊച്ച് ആദ്യത്തെ വർഷം തന്നെ ഇങ്ങനെ സൗന്ദര്യമുള്ള എല്ലാ തരത്തിലുള്ള പൂക്കളും ചെടികളും കണ്ടതിന് അവൾ ഭയങ്കര എക്സൈറ്റഡ്, എല്ലായിടത്തും നോക്കി ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വെരി വെൽ ഓർഗനൈസ്ഡ്. താങ്ക്സ് ഫോർ ഓർഗനൈസിങ് ദിസ് അമേസിംഗ് തിങ് ഫോർ അവർ സിറ്റി. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 55,000 സ്ക്വയർ ഫീറ്റിൽ 55,000 സ്ക്വയർ ഫീറ്റിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കാർപ്പറ്റ് ഫ്ലവർ ഷോ അറേഞ്ച് ചെയ്യുന്നത്, ഡിസ്പ്ലേ. നമുക്കിവിടെ അഡീനിയം കാണാം, ഓർക്കിഡ് ഉണ്ട്. ഓർക്കിഡ് എന്ന് പറയുന്നത് ഒരു 5,000-ഓളം ഡെൻഡ്രോബിയവും 1,000-ഓളം ഫെലനോപ്സിൻ്റെ ഡെൻഡ്രോബിയം പല വെറൈറ്റിയാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ഇത് വളർത്തിയെടുക്കുക തന്നെ നമുക്ക് കുറേ സമയമെടുത്തതാണ്. അതൊരു വലിയൊരു വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഏകദേശം ഞങ്ങൾ 1.5 ലക്ഷം ചെടികൾ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. 1.5 ലക്ഷം ചെടികൾ ഇരിപ്പുണ്ട്. ഇത് ക്രിസാന്തമത്തിൻ്റെ ഒരു പുതിയ ഹൈബ്രിഡ് വന്നിരിക്കുന്ന. ഇതിൻ്റെ പ്രത്യേകത ഉണ്ടോ, ശരിക്കും ഒരു ടെന്നീസ് ബോൾ ചെടിയുടെ മുകളിൽ വെച്ച കണക്കാ. ഇതാ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ഇത് ശരിക്കും നെതർലാൻഡ്സിൽ നിന്ന് വന്ന വിത്തുകളാണ്. എന്നിട്ട് പൂനെയിൽ വളർത്തി അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അത് പിന്നെ ഒരു ചെടിയിലുള്ള പൂവിൻ്റെ എണ്ണം കാണാം. അതിൻ്റെ തന്നെ ഞങ്ങൾക്ക് ഗ്രീനുണ്ട്. ഇത് ശരിക്കും വാർഷിക പൂച്ചെടിയാണ്. വാർഷിക പൂച്ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു 3-4 മാസത്തെ ആയുസുള്ളൂ. പൂവിനും ചെടിക്കുമല്ല. അതിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റി. പിന്നെ ഉള്ളത് വൈറ്റ്. ഇത് പോയിൻസെറ്റിയാണ്. പോയിൻസെറ്റിയ എന്ന് പറയുന്നത് ശരിക്കും ക്രിസ്മസ് സീസണിലെ നമ്മൾ പണ്ടത്തെയൊക്കെ ക്രിസ്മസ് കാർഡിൽ ഇതിൻ്റെ ഇലയാണ്. ഇത് ഇലയാണ്. ഇത് അതായത് വർണ്ണ ഇലയാണ്. പൂവെന്ന് പറയുന്നത് തീരെ ചെറുതാണ്, ശരിക്കും ഇലയാണ്. ക്രിസ്മസ് കാലത്തെ ആ തണുപ്പത്താണ് ഇതിന് ഈ കളർ വരുന്നത്, ഇലയ്ക്ക് കളർ വരുന്നത്. ഇതിപ്പോൾ ഒരു സമ്മറായി കഴിയുമ്പോൾ ഇതെല്ലാം പച്ചനിറമായി പോകും. ഇതിൻ്റെ വെറൈറ്റി ഉണ്ട്. ഇതെല്ലാം പക്ക പോയിൻസെറ്റിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇലയ്ക്ക് നല്ല വീതി. ഇത് കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഹൈബ്രിഡ് വന്നാണ് പ്രിൻസെറ്റിയ എന്ന് പറയുന്നത്. ഇത് പ്രിൻസെറ്റിയാസ ഈ ഇനം. ഇതിൻ്റെ ആ ഇല വ്യത്യാസമുണ്ട്, കുറച്ചും കൂടെ വീതി കുറവാണ്. ഇത് രണ്ടും കൂടെ ഇത് ട്രഡീഷണൽ ആദ്യം തൊട്ടേ ഉള്ള റെഡ്. ഇത് പ്രിൻസെറ്റിയ. പോയിൻസെറ്റിയ തന്നെ ഒരു ഹൈബ്രിഡ്. പിന്നെ നമുക്ക് യെല്ലോ ഉണ്ട്, വേറെ ഷെയ്ഡ്സ് ഉണ്ട്. അതും പ്രിൻസെറ്റിയ ആയിരിക്കുന്നത്. ആ ഷെയ്ഡൊക്കെ അത് ചെറിയ ഇലയായിട്ടുള്ളത് എല്ലാം പോയിൻസെറ്റിയ തന്നെ. കൂണുണ്ടാക്കിയിരിക്കുന്ന. ആക്ച്വലി ഇതൊരു തെങ്ങൻ തടിയാണ്. അപ്പോൾ ആ കൂണിൻ്റെ ആ കാല് പെയിൻറ്റ് ചെയ്ത് വെള്ള നിറമാക്കി കൂണിൻ്റെ സ്റ്റമ്പാക്കി. പിന്നെ കൂണിൻ്റെ ക്യാപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്രിസാന്തിയം, ഹൈബ്രിഡ് ക്രിസാന്തിയംസാണ്. ശരിക്കും കട്ട് ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് ഉപയോഗിക്കുന്ന. ഓരോന്നിനും ഓരോ കളർ കൊടുത്തു. ഇങ്ങനെ 15 എണ്ണം ഉണ്ട് പലയിടത്തായിട്ട് 15 എണ്ണം ഉണ്ട്. ഓരോ കൂണിനും ഓരോ ഷേപ്പായിരിക്കും. പ്രിയങ്ക, ഈ ചെടി ഉണ്ടോ? ഇത് ഞങ്ങളുടെ ഒരു മെയിൻ അട്രാക്ഷനാണ്. ഇതാണ് കല്ലാലില്ലി എന്ന് പറയുന്നത്. ഈ കല്ലാലില്ലി എന്ന് പറയുന്നത് നമ്മളിവിടെ നാട്ടുകാർ കണ്ടിരിക്കുന്നത് മുഴുവനും ഇത് ഫ്ലവർ അറേഞ്ച്മെൻറ്റിനാണ്. അതായത് ഇതിൻ്റെ പൂക്കൾ അറേഞ്ച്മെൻറ്റ്സിൽ ഉപയോഗിക്കും. ഇതാണ് ശരിക്കും കല്ലാലില്ലി ഒറിജിനൽ പ്ലാന്റ്. ഇത് നെതർലാൻഡിൽ നിന്ന് ഇതിൻ്റെ കിഴങ്ങാണ്. ഇതിന് കിഴങ്ങുണ്ട് അടിയിൽ, സവോളയുടെയൊക്കെ പോലെ കിഴങ്ങുണ്ട്. അത് ഈ കാലത്ത് പ്രത്യേകിച്ച് ഈ കൂൾ ക്ലൈമറ്റിൽ സബ് ട്രോപ്പിക്കൽ സ്ഥലങ്ങളിൽ, ഊട്ടി, പൂന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കിഴങ്ങ് വളർത്തി ഒരു ലില്ലിയാണ്. അപ്പോൾ അത് വളർത്തി ഇത് ഇല്ല ഇത് കഴിയുമ്പോൾ ഇതിനൊക്കെ പൂ പോവും. ഈ കിഴങ്ങെടുത്ത് വയ്ക്കുക, കിഴങ്ങെടുത്ത് കഴുകി വൃത്തിയാക്കി വയ്ക്കുക. വരുന്ന കൊല്ലം നട്ട് നമ്മുടെ ഇവിടെ ചിലപ്പോൾ ഫ്ലവർ ചെയ്യും, ചിലപ്പം ചെടിയായിട്ട് നിൽക്കും. കലാലില്ലി ഇവിടെ എനിക്ക് തോന്നുന്നത് കേരളത്തിലാരും എക്സിബിറ്റ് ചെയ്തിട്ടില്ല. കേരളത്തിലെ നേഴ്സറിയിലൊന്നും കിട്ടത്തില്ല ഈ സാധനം. കാരണം അത്ര ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ അകത്ത് കളറുകൾ കലാലില്ലി ഇരിക്കുന്നത് ഏകദേശം ഒരു 5-6 ഷെയ്ഡ് ഇരിപ്പുണ്ട്. കലാലില്ലീസ് ഇരിപ്പുണ്ട്. ഇത് കേരളത്തിലെ ഫ്ലോറിസ്റ്റുകൾക്ക് കട്ട് ഫ്ലവറിനായിട്ട് വരുന്ന പൂവാണ്. ഇതാണ് ശരിക്കും ചെടി. ഇതൊരു ക്രിസ്മസ് ട്രീ ആണ്. ഞങ്ങൾ ഇതേപോലെ 5 ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുണ്ട് ചെടികൾ വെച്ചിട്ട്. ഇതിൻ്റെ അകത്ത് 70 ചെടിയുണ്ട് ഇതിൻ്റെ അകത്ത്. ഓരോ ക്രിസ്മസ് ട്രീയിലും 70 ഉണ്ട്. ഓരോ ക്രിസ്മസ് ട്രീയിലും ഓരോ ഇനം ബ്രൊമീലിയാഡാണ്. അതിൽ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബ്രൊമീലിയാഡാണ്. അതായത് ഇതിൻ്റെ ഒരു മെറൂൺ കളറ്. ഈ മെറൂൺ കളർ എന്ന് പറയുന്നതാണ് ഇതിനെ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആക്കുന്നത്. ഈ ഇലയുടെ ചില ഇനങ്ങൾക്ക് പൂവുണ്ടാകാറുണ്ട്. നല്ലതായിട്ടുള്ള അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയിൽ ചില ഇനങ്ങൾ പൂവിടും. അല്ലെങ്കിൽ തന്നെ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ശരിക്കും ഇതൊരു ക്രിസ്മസ് ട്രീയുടെ ഫീല് തന്നെയാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ക്രിസ്മസ് ട്രീ ആയിട്ട് സെറ്റ് ചെയ്ത്. പിന്നെ ഇത് കൈതച്ചക്കയുടെ കുടുംബമാണ്. കൈതച്ചക്കയുടെ കുടുംബമാണ്. ഇല കാണുമ്പോൾ അറിയാമല്ലോ, കൈതച്ചക്കയുടെ ഇല പോലെ തന്നെയാണ്. ഇതൊരു നമ്മുടെ സെമി ഷെയ്ഡ് പ്ലാന്റാണ്. സെമി ഷെയ്ഡ് ഇപ്പോൾ ഇത് 50% ഷെയ്ഡാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്.
സെമി ഷെയ്ഡ് പ്ലാന്റ് ആണ്. നമ്മളെ വരാന്തയിലൊക്കെ വെക്കാൻ പറ്റിയതാണ്. നമ്മളുടെ കാലാവസ്ഥയിൽ നിന്നോളും. ഇതും പൂനെയിൽ നിന്ന് വന്നതാണ്. അപ്പം നമ്മളുടെ ഇവിടെ വരുമ്പോൾ ഇത്രയും ഒരു ബ്രൈറ്റ് കളർ കിട്ടണമെന്നില്ല. പക്ഷെ ചുവപ്പ് വരും, മെറൂൺ വരും, പക്ഷെ ഇത്രയും ബ്രൈറ്റ് ആയിരിക്കില്ല. ആളുകൾ കയറി കഴിഞ്ഞാൽ ഈ കടൽക്കാറ്റ് ഏറ്റിട്ട് ഒരു ഗാർഡൻ ഒരു ഫീലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഗാർഡനിൽ കയറുന്ന ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പോണൻസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ലോണുണ്ട്. ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് ബെയർ സോയിൽ ഇല്ലെങ്കും. ഒന്നെങ്കിൽ നടപ്പ് വഴിയിൽ ഞങ്ങൾ മൾച്ചിങ് ഷീറ്റ് ഇട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ബാക്കി ഏരിയ ചെടികൾ മിച്ചമുള്ളിടത്ത് മുഴുവനും മെക്സിക്കൻ ഗ്രാസ് ലോണാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സ്റ്റൈലാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. ഞങ്ങൾ പ്ലാന്റ് കളക്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം തൊട്ട് ഞങ്ങൾ തുടങ്ങി ഇത് ബുക്ക് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഇത് പെയ്ഡായിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, പെയ്ഡായിട്ടൊരു ആർക്കിടെക്റ്റ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റ് ഉണ്ട്. അവർ തന്ന മെഷർമെൻറ്റ്സിൽ ഞങ്ങളുടെ ടീം ഓരോ ഏരിയയും, ഐലൻഡ്സാണ് ഇതല്ല, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഓരോന്നും ഓരോ ഐലൻഡാണ്. ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. ഓരോ ഐലൻഡിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. അവിടെ എത്ര ചെടി വരും, ഏത് ചെടി വരും, ഇതെല്ലാം നേരത്തെ തീരുമാനിച്ചത്. എന്നിട്ടാണ് ചെടികൾ ബുക്ക് ചെയ്തത്. ഒരു വർഷത്തെ എഫേർട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇതൊരു പ്രൊഫഷണൽ ഷോയാണ്. 41 വർഷമായിട്ട് ഷോ നടത്തിക്കൊണ്ട് വരുന്നത് എറണാകുളം ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയാണ്. ഈ 2 വർഷമായിട്ട്, ഇക്കൊല്ലം കഴിഞ്ഞ വർഷവും ഞങ്ങൾ GCD ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുമായിട്ട് ഒരു ജോയിൻറ്റ് പ്രോഗ്രാമാണ് ഗോൾഡൻ സൈപ്രസ്. നമ്മൾ നാടിന് ഗാർഡനിങ്ങിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ആ ഗോൾഡൻ സൈപ്രസിൻ്റെ ഈ ചെറിയ വലിപ്പം കുറഞ്ഞ ചെടിയായത് അത്ര എന്ന് വെച്ചാൽ ഇത് കുറച്ച് ബുഷിയാണ്, പൊങ്ങിപ്പോയില്ല. ഇത് പൂനെയിൽ നിന്ന് വന്നാണ്. ഈ പൂനെയിലെ തണുപ്പുള്ള കാലാവസ്ഥയിലാണ് ഇതിന് ഈ കളർ വരുന്നത്. നമ്മളുടെ ഇവിടെ ഇത് പച്ച നിറമായി പോകും. ആ തണുപ്പത്ത് വരുന്നത് കാരണമാണ് ആ മഞ്ഞ കളർ കയറി വരുന്നത്. കൊച്ചിൻ ഫ്ലവർ ഷോയിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയുണ്ട്. അതാണ് ഈ മയിലിൻ്റെ രൂപം. 37,000-ലധികം മുളകുകൾ കൊണ്ട് തീർത്തിരിക്കുന്ന രൂപമാണിത്. ശരിക്കും ദൂരെ നിന്ന ഒരു മയിൽ ഇരിക്കുന്ന കാഴ്ച പോലെ നമുക്ക് തോന്നുള്ളൂ. ഇത് ചെറിയ ചെറിയ മുളകുകൾ കൊണ്ട് കുറേ കലാകാരന്മാർ ഒരുക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഞങ്ങൾ സ്റ്റാർട്ടപ്പുകാരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാണുന്ന സ്റ്റാച്യൂസ്, ഈ കാണുന്ന അവിടെയുള്ള വലിയ ചട്ടികൾ, ഇതെല്ലാം സ്റ്റാർട്ടപ്പ് ഗ്രൂപ്പുകൾക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് സ്പേസ് കൊടുത്ത് അവർ വന്ന് അവരുടെ ബോർഡും വെച്ച്, അത് ഞങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവാണ്, അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യണം. അതായത് ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടവരെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ പേരെ പ്രൊമോട്ട് ചെയ്യണം. പിന്നെ അങ്ങോട്ടുള്ളത് ഒരു 5000 ഓർക്കിഡ്സ് ഉണ്ട് ഏറ്റവും അറ്റത്തായിട്ട്. പിന്നെ ഒരു 1200 അഡീനിയം ഉണ്ട്. ഒരു 1500ഓളം റോസ് ഉണ്ട്. റോസ് എല്ലാ കാറ്റഗറി റോസും ഉണ്ട്. അവിടെ ഇരിക്കുന്നതിൻ്റെ അകത്ത് ഡച്ച് റോസ് ഉണ്ട്, ഫ്ലോറിബുണ്ട ഉണ്ട്, മിനിയേച്ചർ ഉണ്ട്, ബട്ടൺ റോസ് ഉണ്ട്, ഡബിൾ കളർ റോസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ അങ്ങനെ അവിടെ ഇരിക്കുന്നത് ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ ബാസ്ക്കറ്റ് വാൻഡാസാണ്. ബാസ്ക്കറ്റ് വാൻഡായും അതിന് ചുറ്റും ബേഡ്സ് നെസ്റ്റ് ഫാനാണ് അതിന് ചുറ്റും കൊടുത്തിരിക്കുന്നത്. ബാസ്ക്കറ്റ് വാൻഡ, പിന്നെ ആ വലിയ വരയുള്ള ഇല എന്നൊക്കെ പറയുന്നത് ഫോളിയേജ് ആന്തൂറിയ. അതുകൂടാതെ ഈ ബോസ്റ്റൺ ഫേൺ, അത്രയും വലിയ ബോസ്റ്റൺ ഫേൺസാണ് ഞങ്ങൾ ഹാങ്ങിങ് ആയിട്ട് നടുവിൽ കൂടെ ഇട്ടിരിക്കുന്ന മുഴുവൻ ബോസ്റ്റൺ ഫേണാണ്. പിന്നെ കുറേ ടോപ്പിയറീസ് ഉണ്ട്. പല മോഡൽ ഗാർഡൻസും ചെടികൾ കൂടാതെ നമുക്കിപ്പോൾ വീടുകളിലുള്ളിലും അല്ലെങ്കിൽ ഇപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ആ രീതിയിലാണ് ട്രോപ്പിക്കൽ ഗാർഡനുകളുടെ കോൺസെപ്റ്റിൽ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാം പ്രത്യേകതയാണ് ഈ കൊല്ലം. പിന്നെ കുറേ ടംബ്ലറുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കോൺക്രീറ്റ് കൊണ്ടുള്ളതും കളിമണ്ണ് കൊണ്ടുള്ളതുമായ സ്തൂപങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഒരു ഇൻറ്റീരിയർ ചെയ്യാനായിട്ടും ഔട്ടർ ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ തന്നെയാണ് അതെല്ലാം. ക്രിയേറ്റീവ് എന്ന് പറയുന്നത് ബോൺസായി ഒരു ക്രിയേറ്റീവ് ആണ്. കാരണം യുണീക്കാണ് ആ ബോൺസായി എന്ന് പറയുന്നത്. യുണീക്ക് ഇൻ ദ സെൻസ് നിങ്ങളൊരു വെറും ഒരു ബോൺസായി ചെടിയല്ല, അത് നോക്കിയാൽ കാണാം. അതിൻ്റെ അകത്ത് ഊഞ്ഞാലാടുന്ന കൃഷ്ണനുണ്ട്, കൃഷ്ണനും രാധയുണ്ട്, എല്ലാം അങ്ങനെ കുറേ എണ്ണമുണ്ട്. കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ളതുണ്ട്. അതിൻ്റെ തൊട്ടങ്ങേപ്പുറത്തിരിക്കുന്ന എല്ലാം ക്ലോസ്ഡ് ടെറേറിയംസാണ്. എന്ന് വെച്ചാൽ സെൽഫ് സസ്റ്റെയിൻഡ് ഒരു എൻവയറമെൻറ്റാണ്. നമുക്ക് നനയ്ക്കണ്ട, ഒന്നും ചെയ്യണ്ട. ക്ലോസ്ഡ് ടെറേറിയം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ചെടികൾ തനിയെ വളർന്നോളും. വളം അതിൽ നിന്ന് കിട്ടും, ഈർപ്പം അതിൽ നിന്ന് കിട്ടും, ചെടി വളർന്നോളും. പിന്നെ അവിടെ ഒരു അക്വേറിയംസ് ഉണ്ട്. അക്വേറിയത്തിൻ്റെ ഏരിയയിൽ കാണുമ്പം അതിൻ്റെ വലത്തെ അറ്റത്തിരിക്കുന്ന അക്വേറിയത്തിൽ ഈ വെള്ള ഫ്ലോ പോലെ സർക്കുലേറ്റ് ചെയ്യുന്ന ഫൈൻ മണലാണ്. വളരെ ഫൈനായിട്ടുള്ള വെള്ള മണലാണ് ഈ വാട്ടർ ഫ്ലോ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം ദീപക് എന്ന് പറയുന്ന ഒരാളുടെ ക്രിയേറ്റിവിറ്റിയാണ്. അയാളുടെയാണ് ഈ ബോൺസായിയും അതുപോലെ തന്നെ അക്വേറിയംസും. അതെല്ലാം യുണീക്കാണ്. വെറുതെ ഒരു അക്വേറിയം അല്ലെങ്കിൽ മീനല്ല അത്. അതിൻ്റെ അകത്ത് കാണുമ്പോൾ അറിയാം അതിൻ്റെ അകത്ത് വർക്ക് എന്തോരം ഉണ്ട്, എന്തോരം എഫേർട്ട് എടുത്തിരിക്കുന്ന അയാൾ. അതിൻ്റെ അകത്തൊരു എക്സലൻ്റ് ആണ്. റോക്കുകൾ കാർവ് ചെയ്ത് സ്വന്തമായിട്ടിരുന്ന് കാർവ് ചെയ്യുക. ഓരോ ബോൺസായിലും അതിലുള്ള സ്റ്റാച്യൂവും ആ ട്രീയും കൂടെ മേർജ് ചെയ്യുക.
എന്ന് വെച്ചാൽ ഒരാളെ ഇങ്ങനെ ചുറ്റി ട്രീ വരുന്നു, ശ്രീകൃഷ്ണൻ്റെ ഒരു ഊഞ്ഞാൽ അങ്ങനെ ആക്കിയിരിക്കുന്നു, അതേ ഊഞ്ഞാൽ ശ്രീകൃഷ്ണൻ ആടുന്നു, അങ്ങനെ ഒന്ന് ക്രിയേറ്റീവ്. അപ്പോൾ യുണീക്കാണ് എല്ലാ വർക്കുകളും യുണീക്കാണ്. പക്ഷെ വളരെ നല്ല ഭംഗിയുണ്ട്, നല്ലോണം നല്ല ധാരാളം സ്ഥലത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട് എല്ലാം. സാമാന്യം നല്ലോണം വെറൈറ്റിയും ഉണ്ട്. ഞാനപ്പോൾ എനിക്ക് ചെടികളോടൊക്കെ പ്രത്യേക താല്പര്യമുണ്ട്. ആസ് എ ബൊട്ടാണിസ്റ്റ് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാ ഫ്ലവർ ഷോയും മുടങ്ങാതെ വന്ന് കാണാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് ചെടികൾ, പ്രത്യേകിച്ച് ഈ ചെടികളൊക്കെ എങ്ങനെ നിൽക്കുന്നതും അത് എങ്ങനെ വളർത്തണം, എന്ത് വളം ഇടണം, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് എന്തൊക്കെ ഉപയോഗിക്കണം, അതൊക്കെ കാണാനായിട്ടും കേൾക്കാനുമായിട്ടും വളരെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഞാനിത് കാണാൻ വന്നു. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ഓർക്കിഡ് കളക്ഷൻ. പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു അഗ്രി ക്ലിനിക്കുണ്ട്. അതായത് സംസ്ഥാന കൃഷി വകുപ്പിലെ കൃഷി ഓഫീസർമാർ നേതൃത്വം നൽകുന്ന ഒരു അഗ്രി ക്ലിനിക്കുണ്ട്. അതിൽ സന്ദർശകർക്കുള്ള ചെടി സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടും. എല്ലാ ദിവസവും രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ ഈ അഗ്രി ക്ലിനിക്ക് വർക്കിംഗ് ആണ്. നമ്മുടെ ഇവിടെ വന്ന സന്ദർശകരുടെ ഒരു പ്രധാന ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചെടികളെല്ലാം എന്നാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വരുന്നത് എന്നുള്ളത്. ഇതിലുള്ള എല്ലാ ചെടികളും എന്തായാലും വിൽപ്പനയ്ക്ക് ഉണ്ടാകുന്നില്ല. കാരണം നമ്മൾ കുറേ ഡിസ്പ്ലേയുടെ ഭാഗമായിട്ട് ഈ കാണുന്ന കുറേ ചെടികൾ എല്ലാം നമ്മൾ ഡിസ്പ്ലേയുടെ ഭാഗമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ കൊടുക്കുന്നതല്ല. അതല്ലാതെ ഓർക്കിഡ് ഉണ്ട്, അഡീനിയം, ഈ ചൈനീസ് ബാൽജിയം, അങ്ങനെ സീസണൽ പ്ലാന്റ്സ്, അതെല്ലാം നമ്മൾ ഷോയ്ക്ക് ശേഷം ഇവിടെ നിന്ന് ഷോ കഴിഞ്ഞുള്ള നെക്സ്റ്റ് ഡേ ഞങ്ങൾ സെയിൽ ചെയ്യുന്നതാണ്. അന്ന് രാവിലെ ഒരു 9 മണിക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ അവധിക്കാലത്ത് ഇവിടെ വരുന്നവർക്ക് ഈ കൊച്ചിൻ ഫ്ലവർ ഷോയുടെ ഈ വിസ്തൃതമായ ഡിസ്പ്ലേ, ചെടികൾ ഡിസ്പ്ലേ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കോമ്യൂണിസ്റ്റ് സ്റ്റാളുകളുണ്ട്, ഗവൺമെൻറ് സ്റ്റാളുകളുണ്ട്, പിന്നെ നല്ലൊരു കുട്ടികൾക്കായിട്ടുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്, നല്ല വലിയൊരു ഫുഡ് കോർട്ടുണ്ട്. ഇതൊന്നും കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലൂടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളുണ്ട്, മ്യൂസിക് പ്രോഗ്രാം, ലൈവ് DJ, ദെൻ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് 2 ദിവസം, പിന്നെ 31 നവീൻ ചാന്ദ്ര പണ്ടൊരു മെഗാ മ്യൂസിക് ഷോ. ഇത്രയും സംഭവങ്ങൾ നമ്മളെല്ലാവർക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ പുതുവത്സരവും പിന്നെ ഈ അവധിക്കാലവും ഇതെല്ലാം ഒരു ഉത്സവമാക്കി മാറ്റാനായിട്ട് ഇവിടെ ഇത്രയും വലിയ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും വരിക.